This is Henna. Welcome to Henna's English. ഇന്ന് നമുക്ക് am, is, are ഈ വാക്കുകളെ കുറിച്ച് പഠിക്കാം. എന്താണ് ഇവയുടെ അർത്ഥം, ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇവ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. am, is, are ഇവ മൂന്നിനും ഒരേ അർത്ഥമാണ്. ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് ഇവ മൂന്നിൻ്റെയും അർത്ഥം. പക്ഷേ ഇവ ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ വ്യത്യാസമുണ്ട്. ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ആം ആകുന്നു അല്ലെങ്കിൽ ആണ്, എ ഒരു, സ്റ്റുഡൻറ്റ് എന്നാൽ വിദ്യാർത്ഥി. ഇവിടെ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ആം ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഈസ് ഉപയോഗിച്ചില്ല, ആറും ഉപയോഗിച്ചില്ല. എന്താ കാരണം? ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഐ ആണ്. സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് ആം ഉപയോഗിച്ചത്. ഇനി ഈസ് ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഹി ഈസ് എ ഡോക്ടർ. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ അവൻ. ഈസ് ആകുന്നു അല്ലെങ്കിൽ ആണ്, എ ഡോക്ടർ ഒരു ഡോക്ടർ. ഇവിടെ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഈസ് ആണ് ഉപയോഗിച്ചത്. കാരണം ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം. സബ്ജക്റ്റ് ഒരൊറ്റ ആളെ അല്ലെങ്കിൽ ഒരൊറ്റ വസ്തുവിനെയാണ് കാണിക്കുന്നതെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഈസ് ഉപയോഗിക്കേണ്ട നിയമം. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം. അത് ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഇനി വേറൊരു സെന്റൻസ് നോക്കൂ. ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ടീച്ചർ അധ്യാപിക. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ്. മോഹൻ ഈസ് എ ഡ്രൈവർ. മോഹൻ ഒരു ഡ്രൈവറാണ്. മോഹൻ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഇനി വേറൊരു സെൻറ്റൻസ്. മൈ ബ്രദർ ഈസ് ആൻ എഞ്ചിനീയർ. എൻ്റെ സഹോദരൻ ഒരു എഞ്ചിനീയർ ആണ്. മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ. ഈസ് ആണ് അല്ലെങ്കിൽ ആകുന്നു. ആൻ ഒരു, ആൻ എന്ന വാക്കിന് ഒരു എന്നാണ് അർത്ഥം. മൈ ബ്രദർ എന്നുള്ളത് ഒരാളേ ഉള്ളൂ. മൈ ബ്രദേഴ്സ് എന്നാണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ മൈ ബ്രദർ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഒരു എഞ്ചിനീയർ എന്നുള്ളതിന് എന്തുകൊണ്ടാണ് ആൻ എഞ്ചിനീയർ എന്ന് ഉപയോഗിച്ചത്? ആൻ എന്ന വാക്ക് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻ എന്ന വാക്കിൻ്റെ ഉപയോഗം അറിയാത്തവർ ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആറ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. വി ആർ ഫ്രണ്ട്സ്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ആർ ആകുന്നു അല്ലെങ്കിൽ ആണ്, ഫ്രണ്ട്സ് സുഹൃത്തുക്കളെ. ഇവിടെ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ആറാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂരലാണ്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ പ്ലൂരൽ, ബഹുവചനം എന്നാണ് പറയുന്നത്. ഒരൊറ്റ ഒന്നേ ഉള്ളെങ്കിൽ അത് സിംഗുലർ ആണ്, ഏകവചനമാണ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് പ്ലൂരലാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെയാണ് അർത്ഥം. അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അതുകൊണ്ടാണ് ആറ് ഉപയോഗിച്ചത്. ഇനി അടുത്തത്. ദേ ആർ മൈ റിലേറ്റീവ്സ്. അവർ എൻ്റെ ബന്ധുക്കളാണ്. ദേ എന്ന് പറഞ്ഞാൽ അവർ, റിലേറ്റീവ്സ് എന്നാൽ ബന്ധുക്കൾ. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ്. ദേ എന്ന് പറഞ്ഞാൽ അവർ. അവർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടല്ലോ, അത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് ആറ് ഉപയോഗിച്ചത്. അടുത്ത സെൻറ്റൻസ്. യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. നീ ഒരു നല്ല വിദ്യാർത്ഥിയാണ്. യു എന്നാൽ നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് ഒരാളെ ഉദ്ദേശിച്ചാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ചാണെങ്കിലും പറയുന്നതിന് യു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ സെൻറ്റൻസിൽ ഒരാളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. നീ ഒരു നല്ല വിദ്യാർത്ഥിയാണ് എന്നാണ് പറയുന്നത്. യു എന്ന സബ്ജക്റ്റ് ഒരാളെ ഉദ്ദേശിച്ചാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ചാണെങ്കിലും പറയുന്നതിന് യു എന്ന സബ്ജക്റ്റിന് ശേഷം ആർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. യു ഈസ് എന്ന് ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. ഒരാളെ ഉദ്ദേശിച്ചല്ലേ പറയുന്നത്, അപ്പോൾ ഈസ് അല്ലേ ഉപയോഗിക്കേണ്ടത് എന്ന സംശയം വേണ്ട. യു എന്ന സബ്ജക്റ്റിന് ശേഷം എപ്പോഴും ആറാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത സെൻറ്റൻസ്. മൈ ഫ്രണ്ട്സ് ആർ ഫുട്ബോൾ പ്ലെയേഴ്സ്. എൻ്റെ സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിക്കാരാണ്. ഇവിടെ മൈ ഫ്രണ്ട്സ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് ആറ് ഉപയോഗിച്ചത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ആം, ഈസ്, ആറ് ഉപയോഗിക്കേണ്ടത്? സബ്ജക്റ്റ് ഐ ആവുന്ന സമയത്ത് ആം ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ, ഏകവചനമാകുമ്പോൾ ഈസാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ, ബഹുവചനമാകുമ്പോൾ ആറാണ് ഉപയോഗിക്കുക. ഇനി ഈ വാക്കുകൾ വെച്ചിട്ട് എങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യനും നെഗറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ടാക്കുന്നതെന്ന് പാർട്ട് 2 എന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.